ഹായ് ഓൾ, നാളെ 1-ാം തീയതി അല്ലേ, ചിങ്ങം 1. അപ്പോൾ എൻ്റെ നെയ്ബർ ബീന ചേച്ചി പറയുന്നത് കേട്ട ഒരറിവാണ്. നമ്മുടെ പ്ലാന്റ്സിനെയൊക്കെ ഇടയ്ക്ക് കുളിപ്പിക്കണം എന്ന്. അപ്പോൾ കേട്ടപ്പോൾ കൗതുകം തോന്നിയെങ്കിലും ഒന്ന് പരീക്ഷിച്ചാൽ നോക്കാമെന്ന് കരുതി ഇന്ന് നാളെ ചിങ്ങം 1 ആയതുകൊണ്ട് എല്ലാവരും അങ്ങനെ കുളിപ്പിച്ചു. അപ്പോൾ എല്ലാവരും ശരിക്കും നല്ല ഉഷാറായി, നല്ലൊരു ഫീലാണ് കേട്ടോ അവർക്ക്. നമ്മൾക്ക് മഴ കിട്ടാതിരുന്ന് മഴ കിട്ടുമ്പോൾ ഒരു എനർജി ഉണ്ടല്ലോ, അതേപോലെ തന്നെ പ്ലാന്റ്സിനും അവരും ജീവനുള്ളവരല്ലേ. അപ്പോൾ അവർക്കും ഇത് കിട്ടുമ്പോൾ ആ ഒരു ഷവർ ബാത്ത് കിട്ടുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര കണ്ടില്ലേ, നല്ല മൈൻഡായിട്ട് എനിക്ക് തോന്നി. നല്ല വെയിലുള്ള സമയങ്ങളിൽ നല്ല തണുത്ത വെള്ളമൊഴിച്ച് കുളിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ അല്ല ഉണ്ടല്ലോ, ആ ഒരു ഉഷാറ് ഈ ചെടികൾക്കും കിട്ടിയ പോലെ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഈ ചെടികളും പുസ്തകങ്ങളും ഒക്കെ നല്ല സുഹൃത്തുക്കളാണ്. നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും മാനസികമായി എന്തെങ്കിലും പിരിമുറുക്കങ്ങളോ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ വരുന്ന സമയത്ത് നിങ്ങളൊരു ചെടി വെച്ച് നോക്കി ആ ചെടിയെ പരിപാലിച്ച് നോക്കുക. നമുക്ക് എന്തൊരു പോസിറ്റീവ് എനർജിയാണെന്ന് അറിയാമോ. പിന്നെ ഞാൻ ഈ ചട്ടിയിൽ വളർത്തുന്ന അല്ലാതെ നാച്ചുറലി എൻ്റെ മുറ്റത്ത് വളരുന്ന ചെടികളെയും ഞാൻ അധികം പറിച്ച് കളയാറില്ല. പിന്നെ കാട് പിടിച്ച് നല്ല പാമ്പച്ചന്മാരും അബിക്കുട്ടൻ്റെ ഭാഷയിൽ അണ്ണാൻകുട്ടന്മാരും ഒക്കെ വരുന്ന സമയമാകുമ്പോഴത്തേനും നമ്മളൊന്ന് വെടിപ്പാക്കും. അല്ലെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ അവരങ്ങ് വളരാൻ അനുവദിക്കാറാണ് പതിവ്. പിന്നെ കുറേയൊക്കെ ചട്ടിയിൽ എൻ്റെ നിയന്ത്രണത്തിൽ വളരുന്നവരുണ്ട്, അവരെ ഞാൻ വിട്ടുകൊടുക്കില്ല. അവർക്ക് എൻ്റെ ചില കാര്യങ്ങൾ എൻ്റെ അണ്ടർ കൺട്രോളിൽ തന്നെ പോകും അവരുടെ വളർച്ച. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വേറെ ചിന്തിക്കാനോ മറ്റ് മോശമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനോ ഒന്നും നമുക്ക് സമയമില്ല. നമ്മൾ എപ്പോഴും ഹാപ്പിയാണ് വിത്ത് ദിസ് പ്ലാന്റ്സ് ആൻഡ് ഓൾസോ ബുക്കുകളും പ്ലാന്റ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ എപ്പോഴും നമ്മൾ തിരക്കായിരിക്കുന്ന ഒരു ഫീലുണ്ടല്ലോ, അത്രത്തോളം നമ്മളുടെ എനർജിയും പോസിറ്റീവായിക്കൊണ്ടിരിക്കും. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ മുടി ഭയങ്കരമായിട്ട് നരച്ചു. ശരിയാണ്, എനിക്ക് പ്രായം അത്രയ്ക്കായോയെന്ന് ചോദിച്ചാൽ പ്രായമൊക്കെ ആയി, എന്നാലും മുടി ഇത്രയും അങ്ങ് നരയ്ക്കേണ്ട പ്രായമായില്ല. അപ്പോൾ എനിക്ക് കുറച്ച് നാൾ മുന്നേ കുറേ മാനസികമായിട്ട് ഭയങ്കര പിരിമുറുക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കതിൽ നിന്നൊക്കെ ഒരു വിടുതൽ വന്നു തുടങ്ങിയ പോലെ തോന്നുന്നുണ്ട്. അതിനൊക്കെ കാരണം ഈ പ്ലാന്റ്സും ബുക്കുകളുമാണ്. ബുക്കുകളും ഈ ചെടികളെപ്പോലെ തന്നെയാണ്, നല്ല സുഹൃത്താണ്. നമുക്ക് മനുഷ്യരെക്കാട്ടിൽ വിശ്വസിച്ച് സ്നേഹിക്കാനും നമുക്ക് സംസാരിക്കാനും ഒക്കെ കഴിയുന്ന നല്ല സുഹൃത്തുക്കളാണ് ഈ പ്ലാന്റ്സും ബുക്കും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഇതുപോലെ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളിങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കങ്ങളോ അല്ലെങ്കിൽ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവരോടൊത്ത് നമ്മൾ അല്പനേരം നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവരിൽ ഒരു പൂമുട്ട് വന്ന് അത് പൂവായി വിരിയുന്നത് കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷത്തിൽ നമ്മളെല്ലാം മറക്കും. അപ്പോൾ നാളെ ചിങ്ങം 1 ചിങ്ങം 1 എന്ന് പറയുന്നത് കർഷക ദിനവും കൂടിയാണ്. അപ്പോൾ ആ കർഷക ദിനത്തിൽ കർഷകർക്ക് കണ്ടിട്ടില്ലേ, അവർ മുളപ്പിച്ച വിത്തുകൾ ഭംഗിയായിട്ട് നല്ല വിത്തൊക്കെ ആയിട്ട് വന്നില്ലെങ്കിൽ, നല്ല വിത്ത് നല്ല ഫലം കായ്ച്ചില്ലെങ്കിൽ അവർക്ക് സങ്കടമല്ലേ, അല്ലെങ്കിൽ അത് ചീത്തയായിപ്പോയി കഴിഞ്ഞാലും അവർക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ചിങ്ങം ആശംസിച്ചുകൊണ്ട് ഇനി വരാനിരിക്കുന്ന ഓണം സമ്പൽ സമൃദ്ധിയുടേതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ നമ്മൾക്ക് ഒരുപാട് ദുഃഖമുണ്ട്. വയനാടിൽ നടന്ന പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഓണമൊക്കെ വളരെ ലഘൂകരിച്ചാണ് ഈ വർഷം നടത്തുന്നത്. പക്ഷേ ആ ദുഃഖത്തിലും നമ്മൾ പങ്കുചേർന്നുകൊണ്ട് മരണമടഞ്ഞത്, അതൊക്കെയും ഈ പ്രകൃതിയെ സംരക്ഷിക്കാത്തതിൻ്റെയും പ്രകൃതിയോട് നമ്മൾ ഇണങ്ങി ജീവിക്കാത്തതിൻ്റെയൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മളെ പോലെ തന്നെ ഇവർക്കുമൊക്കെ ഈ ഭൂമിയിൽ അവകാശമുണ്ട്. ആ അവകാശം നമ്മളായിട്ട് കൊടുത്തില്ലെങ്കിൽ ഇതുപോലുള്ള ഉരുൾപൊട്ടലുകളും ഭീകരമായ കാറ്റുകളും ഒക്കെ ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കപ്പെടണം. ഒപ്പം നമ്മൾക്ക് കഴിയുമെങ്കിൽ നല്ല നല്ല ചെടികൾ നമ്മുടെ വീടുകളിലും വെച്ച് പിടിപ്പിക്കുക. അവരെ നൈസർഗികമായി തന്നെ വളരാനും അനുവദിക്കുക. പിന്നെ ഇവക്കെന്താ ഈ ബാത്റൂമിൽ കൊണ്ടുവച്ചാൽ ചെടിയെ കുളിപ്പിക്കാൻ പറ്റുമെന്നുള്ള ഇത്രയും മഴ പെയ്തിട്ടെന്ന് ചിന്തിക്കുന്നവരോടാണ്. മഴയുണ്ടായിരുന്ന സമയത്ത് എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ മഴയത്ത് ഇവരെ ഇറക്കി വെക്കാറുള്ളതാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷനാണ്, അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. എന്നെപ്പോലെ പ്ലാന്റ്സിനെയും ബുക്സിനെയൊക്കെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് ലൈക്ക് ഇട്ടേക്കണേ, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ.
ഓക്കെ, അപ്പോൾ ബൈ ബൈ. എല്ലാവർക്കും നാളെ കർഷക ദിനം ആശംസിച്ചുകൊണ്ട് ബൈ.